വാർത്തകൾ തുടരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം മലയാറ്റൂർ ചിത്രപ്രിയ കൊലപാതകത്തിൽ പ്രതി അലനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അലൻ ചിത്രപ്രിയയെ കൊന്നത് 22 കിലോ ഭാരമുള്ള കല്ല് തലയിലിട്ടെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റകൃത്യത്തിന് ശേഷം അലൻ വസ്ത്രങ്ങളും ഷൂസും മാറി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. അലൻ നേരത്തെയും പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കാലടി പാലത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതായി അലൻ പറഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കി. എറണാകുളം മലയാറ്റൂരിൽ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പ്രതി അലനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അലൻ ചിത്രപ്രിയയെ കൊന്നത് 22 കിലോ ഭാരമുള്ള കല്ല് തലയിലിട്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റകൃത്യത്തിന് ശേഷം അലൻ വസ്ത്രങ്ങളും ഷൂസും മാറി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതായും പറയുന്നുണ്ട്. അലൻ നേരത്തെയും പെൺകുട്ടിയെ ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കാലടി പാലത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതായും അലന്റെ ഒരു മൊഴി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അലൻ കൊലപാതകത്തിന് മുൻപും ശ്രമിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളത്തായിരുന്നു ചിത്രപ്രിയ കൊലപാതകമുണ്ടായത്. എറണാകുളം മലയാറ്റൂർ ചിത്രപ്രിയയെ കൊല്ലാൻ ശ്രമിച്ചത് പ്രതി അലനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. 22 കിലോ ഭാരമുള്ള കല്ല് തലയിലിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റകൃത്യത്തിന് ശേഷം ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുൻപും അലൻ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതായി പോലീസ് വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ UDF യോഗം നാളെ കൊച്ചിയിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം യോഗത്തിൽ മുഖ്യ ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കുന്നതും ആലോചനയിലുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ഒരു UDF യോഗം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ തരത്തിലുള്ള മേൽക്കൈ ഇപ്പോൾ UDF നേടിയിട്ടുണ്ട്. ഒപ്പം ഘടകകക്ഷികൾക്കും ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രചോദനമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാളെ UDF യോഗം കൊച്ചിയിൽ ചേരുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജില്ലകളിലും മേധാവിത്വം കാണിക്കുവാൻ UDFന് കഴിഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നാളെ UDF യോഗത്തിലേക്ക് കടക്കുന്നത്. UDFിലെ ഒട്ടുമിക്ക ഘടകകക്ഷി നേതാക്കന്മാരും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, സാധാരണഗതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ മേയർ സ്ഥാനം അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം എന്നിവ പങ്കുവയ്ക്കുന്നതിന് ചൊല്ലി ഉണ്ടാകാറുള്ള തർക്കങ്ങൾ ഒക്കെ UDFിനകത്ത് പതിവായിരുന്നു. എന്നാൽ അത്തരത്തിൽ തർക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ഫലം വന്നു കഴിഞ്ഞാൽ പിന്നീട് ചില വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും കോൺഗ്രസ് വിലയിരുത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിലാക്കുക, ഒപ്പം പ്രചരണ പരിപാടികളും നേരത്തെ തുടങ്ങുക. ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സംവിധാനം തന്നെയാണ് ഇനി നിയമസഭയിലേക്കും അവർ പയറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളത്തെ UDF യോഗത്തിൽ ഈ വിഷയം മുന്നോട്ട് വരും. ജനുവരി അവസാനത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ നാളെ ചർച്ച ചെയ്യും. കോൺഗ്രസ് അവരുടെ സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിലവിലെ തീരുമാനം അനുസരിച്ച് മണ്ഡലങ്ങളെ 3 തട്ടായി തരംതിരിക്കും. കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ UDFിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങൾ, UDFിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ, UDFിൽ നിന്നും അകന്നു നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ച് നിർത്തിക്കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾക്കും ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ തുടങ്ങുക. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ 70 മുതൽ 85 സീറ്റ് വരെ നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കുള്ളത്. അത്തരത്തിൽ ഒരു നേട്ടം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായി എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളുടെ ഭാഗം
ഭാഗമായിട്ട് കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം UDF വികസിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. PV അൻവർ ഉൾപ്പെടെയുള്ളവരെ UDFിലേക്ക് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം നേരത്തെ ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സഹകരണ സംവിധാനത്തോടു കൂടി തന്നെ PV അൻവറിനെ ഒപ്പം നിർത്തും. കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ PV അൻവറിന്റെ സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ UDFിൽ ലീഗ് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അങ്ങനെ UDF മുന്നണി വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നടക്കാൻ പോകുന്ന ചർച്ച തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ വിജയം സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൽ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുമായിരിക്കും. തൊട്ടു പിന്നാലെ നിയമസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ചർച്ചയുണ്ടാകും. അതേസമയം കേരളത്തിലുണ്ടായ മറ്റു പ്രശ്നങ്ങൾ, അതായത് നിലവിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മന്ദഗതിയിലായിരുന്നു എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതും പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നാളത്തെ UDF യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരണം ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ നീക്കം കുറച്ചുകൂടി ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിയമസഭ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിന് ഉള്ളത്. ഒപ്പം UDF നേതാക്കന്മാർക്കുമുള്ളത്. ഇവരുടെ ഒരു പ്രാഥമികഘട്ട വിലയിരുത്തൽ നേരത്തെ തന്നെ നടത്തിയിരുന്നു, യോഗം ചേരാതെ തന്നെ നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ UDFിന്റെ യോഗത്തിലേക്ക് കടക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ, നാളെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, ഒരു പക്ഷേ എങ്ങനെയൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തണം, അതിൽ ഏതൊക്കെ രീതിയിൽ നടത്താം, എന്ത് നടത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു വിധത്തിലുള്ള ഗ്രൂപ്പ് ചർച്ചകളോ മതപരമായ ചർച്ചകളോ ഒന്നും വന്നില്ല. ഓരോ മുന്നണികളും അവർക്ക് താല്പര്യമുള്ള ആളുകളെ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് ഇറക്കുകയായിരുന്നു. അത് ഒരു പരിധിവരെ UDFിന് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇത്തരം കാര്യങ്ങളൊക്കെ നാളത്തെ UDF യോഗത്തിൽ ചർച്ചയാവും. ഈ വർഷത്തെ ലോക കേരള സഭ ജനുവരി അവസാനം സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനം. ജനുവരി 29-ന് നിശാഗന്ധിയിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനം നടക്കും. ജനുവരി 30, 31 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടികൾ നടക്കുക. 2ാം കേരള സർക്കാർ നടത്തുന്ന ലോക കേരള സഭയുടെ അവസാന എഡിഷൻ എന്ന നിലയിലാണ് സഭ സംഘടിപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രവാസി മലയാളികളെയും കേരളീയരെയും ഒന്നിപ്പിച്ച് അവരുടെ കഴിവുകളും സഹകരണവും കേരളത്തിന്റെ വികസനത്തിനായി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേരള സർക്കാർ 2018-ൽ രൂപീകരിച്ച ഒരു പൊതുവേദിയാണ് ലോക കേരള സഭ. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ലോക കേരള സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥികളുടെ കാര്യത്തിലും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ലോക കേരള സഭ നടത്തുന്നത് അനാവശ്യമാണെന്ന നിലപാടിൽ പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനം. 215 കിലോമീറ്ററിന് മുകളിലുള്ള ഓർഡിനറി ക്ലാസ് ടിക്കറ്റുകളുടെ നിരക്ക് 1 കിലോമീറ്ററിന് 1 പൈസയായാണ് കൂട്ടുന്നത്. മെയിൽ, എക്സ്പ്രസ്, non-AC, AC ടിക്കറ്റുകളുടെ നിരക്കിൽ കിലോമീറ്ററിന് 2 പൈസയുടെ വർധനവുമുണ്ടാകും. ഡിസംബർ 26-ന് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. അതേസമയം 215 കിലോമീറ്ററിന് താഴെയുള്ള നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് നിരക്ക് വർധനവിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. നേരത്തെ ജൂലൈയിലും റെയിൽവേ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവുമായി വിമർശനവുമായി കോൺഗ്രസ്. ടിക്കറ്റ് നിരക്ക് വർധനവ് ചട്ടവിരുദ്ധമെന്ന് AICC മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര. മോദി സർക്കാർ എത്രത്തോളം തരം താഴ്ന്നു, ബജറ്റിന് മുൻപ് നിരക്ക് വർധനവ് തെറ്റാണെന്നും പവൻ ഖേര പറഞ്ഞു. റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവിൽ വിമർശനവുമായി തിരികെയാണ് കോൺഗ്രസ്. ടിക്കറ്റ് നിരക്ക് വർധനവ് ചട്ടവിരുദ്ധമാണെന്നാണ് AICC മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പറയുന്നത്. മോദി സർക്കാർ എത്രത്തോളം തരം താഴ്ന്നു എന്നത് ബജറ്റിന് മുൻപ് നിരക്ക് വർധനവ് തെറ്റാണെന്നും പവൻ ഖേര പറയുന്നുണ്ട്. 215 കിലോമീറ്ററിന് മുകളിലുള്ള ഓർഡിനറി ക്ലാസ് ടിക്കറ്റുകളുടെ നിരക്ക് 1 കിലോമീറ്ററിന് 1 പൈസയാണ് കൂട്ടുന്നത്. ഈ ഒരു നിരക്ക് വർധനവിനെതിരെയാണിപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. 600 കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ റെയിൽവേ
ഈ ഒരു നിരക്ക് വർധനവിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ഒരു റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവിൽ വിമർശനം ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ടിക്കറ്റ് നിരക്ക് വർധനവ് ചട്ടവിരുദ്ധമാണെന്നാണ് AICC മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പറയുന്നത്. മോദി സർക്കാർ എത്രത്തോളം തരം താഴ്ന്നു എന്നൊക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ബജറ്റിന് മുൻപ് നിരക്ക് വർധനവ് തെറ്റാണെന്നും പവൻ ഖേര പറയുന്നു. ഇടുക്കി ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് അനുമതിയില്ലാതെ നിർമ്മിച്ചതിന്റെ പേരിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി ജില്ലാ കളക്ടർ. അനുമതിയില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കണ്ടെത്തിയതോടെയാണ് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും പഞ്ചായത്തിന്റെയും അനുമതി ഗ്ലാസ് ബ്രിഡ്ജിനില്ല. പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. 2 കോടി രൂപ ചിലവിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് പണിതത്. ശനിയാഴ്ചയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം. പാലക്കാട് വാളയാർ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായൺ ബഗേലിന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ ഭരണകൂടം. പാലക്കാട് RDO കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയത്. ഉറപ്പ് വാർത്താക്കുറിപ്പായി പുറത്തിറക്കും. വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കുമെന്നും ബന്ധുക്കൾ. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കും. അതേസമയം രാംനാരായണനെ കൊലപ്പെടുത്തിയത് സ്ത്രീകളടങ്ങിയ 15 അംഗ സംഘമാണെന്നാണ് പുറത്തുവന്ന വിവരം. പ്രതികളുടേതുൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോണുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. വീഡിയോകൾ പ്രചരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ചോദ്യം ചെയ്യും. ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയും കേസെടുത്തേക്കും. ഉദ്യോഗസ്ഥരുടെ പ്രതികരണമുണ്ട്. പ്രതികരണത്തിലേക്ക് ഒപ്പം നമുക്ക് 25 ക്യാബിനറ്റ് വെച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ല, അതാണ് നമുക്ക് അറിയാനുള്ളത്. നമ്മള് വേറൊന്നിനും വേണ്ടിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ഒഴിവാക്കി വന്ന ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ആരും വ്യക്തിപരമായിട്ടൊരു കാര്യത്തിന് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഒരാൾ സംസാരിച്ചോളൂ. തരാം. ഓക്കെ. പാലക്കാട് വാളയാർ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായൺ ബഗേലിന്റെ കുടുംബവുമായി ജില്ലാ ഭരണകൂടം ചർച്ച നടത്തിയിട്ടുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം നൽകാമെന്നാണ് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം ബഗേലിന്റെ കുടുംബത്തിന് നൽകും. RDO കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഉറപ്പ് വാർത്താക്കുറിപ്പായി പുറത്തിറക്കുമെന്നും പറയുന്നുണ്ട്. വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കുമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ബഗേലിനെ കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം ഏറ്റെടുക്കില്ല എന്നൊരു തീരുമാനമൊക്കെ കുടുംബം നൽകുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകാമെന്ന ഒരു ഉറപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കും. രാംനാരായണനെ കൊലപ്പെടുത്തിയത് സ്ത്രീകളടങ്ങിയ 15 അംഗ സംഘമാണെന്നാണ് പുറത്ത് വരുന്ന വിവരം. പ്രതികൾ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോണുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പേരിലേക്കും അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. വീഡിയോകൾ പ്രചരിപ്പിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ചോദ്യം ചെയ്യും. ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയും കേസെടുത്തേക്കും. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമനം സമവായത്തിൽ എത്തിയെങ്കിലും ഗവർണറുടെ പിടിവാശി തീർന്നിട്ടില്ല. കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഭാരതാംബ വിവാദവും പിന്നാലെ കേരള സർവകലാശാലയിൽ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷവും തീർന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനൊപ്പം നിന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പഴയപടി തുടരുകയാണ്. D. ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
സംസ്ഥാനത്തെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെങ്കിലും ഒരു സർവകലാശാലയിലെ പ്രശ്നത്തിന് ഇതുവരെയായും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സർവകലാശാലയിലെ പ്രശ്നമല്ല, സർവകലാശാലയിൽ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിൻ്റെ കാര്യത്തിൽ. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. തത്വത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ എല്ലാം പരിഹാരമായി. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസ് വൈസ് ചാൻസലർ ആവുകയും ചെയ്തു. സജി ഗോപിനാഥ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി ഉടൻ ചുമതലയേക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നത് കേരള സർവകലാശാലയിലായിരുന്നു. ഭാരതാംബയെ ചൊല്ലിയുള്ള വിവാദവും ഇതിന് തൊട്ടു പിന്നാലെ വിദ്യാർത്ഥികൾ ഉയർത്തിവിട്ട പ്രക്ഷോഭങ്ങളും, ആ പ്രക്ഷോഭങ്ങളുടെ പേരിൽ മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലറെ തടഞ്ഞുവെച്ചതും പോലീസ് നോക്കി നിൽക്കെ ഉണ്ടായ പ്രശ്നങ്ങളുമൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറി. മോഹൻ കുന്നുമേലിന് ചുമതലയുണ്ടായിരുന്ന കേരള സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ ഇതുവരെയായും പിൻവലിച്ചില്ല. സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ അനിൽകുമാർ ശാസ്താംകോട്ട DB കോളേജിലെത്തി ചുമതലയേൽക്കുവാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ചുമതല ഏറ്റു എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ അവിടെയും ഒരു സാങ്കേതിക പ്രശ്നം ഉയർന്നു നിൽക്കുകയാണ്. രജിസ്ട്രാറായി ജോലി നോക്കുന്ന സമയത്ത് സസ്പെൻഷനിലായിരുന്ന അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. അതായത് സാങ്കേതികപരമായി സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തോ ചുമതലയേൽക്കാൻ കഴിയില്ല. ആ പ്രശ്നം പരിഹരിക്കാതെ തന്നെയാണ് അനിൽകുമാർ നേരെ ശാസ്താംകോട്ട DB കോളേജിലെത്തി പ്രിൻസിപ്പളുടെ ചുമതല ഏറ്റെടുത്തത്. ഇതിൽ ഇപ്പോഴും നിയമപരമായ പ്രശ്നങ്ങൾ ഉയരുകയാണ്. ഇത് പരിഹരിക്കുവാൻ എന്താണ് ഇത്രയും താമസം? എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഗവർണർ പങ്കെടുത്ത സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെതിരെ വലിയ തരത്തിലുള്ള സമരങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉയർന്നു പൊങ്ങിയപ്പോഴും കുലുങ്ങാതെ നിന്ന ഒരാളായിരുന്നു അന്നത്തെ രജിസ്ട്രാറായിരുന്ന അനിൽകുമാർ. അനിൽകുമാർ ആദ്യ അവസാനം വരെ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ സഹായവുമായി നിന്നത് അന്നത്തെ സിൻഡിക്കേറ്റിലും സെനറ്റിലും ഉണ്ടായിരുന്ന നേതാക്കന്മാരായിരുന്നു, വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. അവരൊക്കെ ഈ അനിൽകുമാറിനെ മറന്നുപോയോ? അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒത്തുതീർപ്പാക്കി. പക്ഷേ ഗവർണർ ഒരു കാര്യം മുന്നോട്ട് വെച്ചു, യാതൊരു കാരണവശാലും രജിസ്ട്രാർ പദവിയിലേക്ക് ഇനി അനിൽകുമാറിനെ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാർ അതേപടി അംഗീകരിക്കുന്നു. പക്ഷേ സർക്കാർ അവിടെ ഒരു കാര്യം ചെയ്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, രജിസ്ട്രാർ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുവാൻ സർക്കാർ തയ്യാറായില്ല. എന്നാൽ എങ്ങനെ പിൻവലിക്കുമെന്നുള്ളതിനെ ചൊല്ലി നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നിരുന്നു. അന്ന് ചാൻസലർ കൂടിയായ ഗവർണർ പറഞ്ഞത്, നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ, ആ തീരുമാനം ഞാൻ അംഗീകരിക്കാം. പക്ഷേ ആരും തീരുമാനമെടുത്തില്ല. തീരുമാനത്തെ ചൊല്ലി പ്രശ്നങ്ങളായി. അത് കോടതി കയറിയിരിക്കുകയാണ്. ഇനി കോടതിയുടെ ഉത്തരവ് വരെ കാത്തിരിക്കണം. ഈ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിന് DB കോളേജിൽ അല്ലെങ്കിൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രവുമല്ല, ആ പദവി ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ. ആ പദവി ഏറ്റെടുക്കാൻ എത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു കുരിശ് തൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം അനിൽകുമാർ അറിയുന്നത്. അദ്ദേഹത്തെ രജിസ്ട്രാറാക്കി നിയമിച്ചതും ഈ സർക്കാരാണ്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകിയതും ഈ സർക്കാരാണ്. ചാൻസലർക്കെതിരെ നടത്തിയ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് എല്ലാ പിന്തുണ നൽകിയതും ഈ സർക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് രജിസ്ട്രാറായിരുന്ന ഈ അനിൽകുമാറിനെ സഹായിക്കാൻ സർക്കാർ തയ്യാറായില്ല? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഒരേ ഒരു കാര്യം, അനിൽകുമാറിന് എതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഗവർണർക്കുണ്ടായിരുന്നു. കാരണം ഗവർണർ പറയുന്ന വാക്കുകൾ ഒന്നും തന്നെ കേൾക്കുവാൻ രജിസ്ട്രാറായിരുന്ന അനിൽകുമാർ തയ്യാറായില്ല. മിനി കാപ്പനെ രജിസ്ട്രാർ പദവിയിൽ കൊണ്ടുവന്നപ്പോഴും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ അദ്ദേഹം രജിസ്ട്രാറുടെ ഓഫീസിലെത്തുന്നു, ഉത്തരവുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് വൈസ് ചാൻസലർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. വൈസ് ചാൻസലർക്കെതിരെ പ്രവർത്തിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പിന്തുണ നൽകുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഇടപെട്ട നാൾ മുതൽ തന്നെ ഗവർണറുടെ മുന്നിലെ കണ്ണിലെ കരടായിരുന്നു ഈ അനിൽകുമാർ.
പക്ഷേ അനിൽകുമാറിന് മാത്രം കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതെ തൽക്കാലം പ്രശ്നങ്ങൾക്ക് പരിഹാരം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരും ഒപ്പം ഗവർണറും ശ്രമിച്ചത്. പക്ഷെ അനിൽകുമാറിനെ പിന്തുണച്ചവർ എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുക തന്നെ വേണം. ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ശാസ്താംകോട്ട കോളേജിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ അനിൽകുമാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സർക്കാരാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ യൂണിയനുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അദ്ദേഹം കേരള സർവകലാശാലയിൽ എത്തുന്നതും അവിടുത്തെ രജിസ്ട്രാറായി ജോലി തുടങ്ങുന്നതും. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ, അദ്ദേഹത്തെ രജിസ്ട്രാർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അടുത്ത ജോലിയിൽ എത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സഹായിക്കാൻ എന്തുകൊണ്ട് ഇത്രയും താമസം? ആ ഒരു കാര്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തവർ, അന്ന് സമരം ചെയ്തവർ, രജിസ്ട്രാർ ഉപയോഗിച്ചവർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ഒരു പിന്നോട്ടടിക്കുന്ന നയം സ്വീകരിക്കുന്നു? കേരളം ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്തായാലും അനിൽകുമാർ ഒരു കാര്യം തീരുമാനിച്ചു, DB കോളേജ് വിട്ട് ഇനി എങ്ങോട്ടേക്കും പോകില്ല, അവിടെ തന്നെ ഉറച്ചു നിൽക്കും. എന്തായാലും നിയമ നടപടികളുമായി ആര് നീങ്ങിയാലും അതിനെ എതിർക്കാനുള്ള തയ്യാറെടുപ്പും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതമായൊരു താവളത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി നടപടിക്രമങ്ങൾ വേഗത്തിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് DB കോളേജിൽ വീണ്ടും പ്രിൻസിപ്പളായി കടന്നുകൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. ആലപ്പുഴ ഹരിപ്പാട് വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. പള്ളിപ്പാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിക്ക് താഴെയാണ് തീപിടുത്തമുണ്ടായത്. ജലസംഭരണിക്ക് താഴെ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകളും മറ്റും കത്തി നശിച്ചു. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. കണ്ണൂർ തലശ്ശേരി കണ്ടിക്കലിലുള്ള വ്യവസായ മേഖലയിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമെന്ന് വിലയിരുത്തൽ. ഇന്നലെ ഉച്ചയോടെ ചിറക്കര കണ്ടിക്കൽ പാലത്തിന് സമീപമുള്ള സിറ്റി പ്ലാസ്റ്റിക്സിലാണ് തീപിടിച്ചത്. സ്ഥാപനത്തിൽ 2 ദിവസമായി വെൽഡിംഗ് ജോലികൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വിവിധ പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ച് പൊടിച്ച് കയറ്റി അയക്കുന്ന സ്ഥാപനമാണിത്. ഗോഡൌണിൽ ചാക്കുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ലോഡ് കണക്കിന് പ്ലാസ്റ്റിക്കും അവ പൊടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. രാത്രി വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, വടകര, കണ്ണൂർ തുടങ്ങിയിടത്തു നിന്നും വിമാനത്താവളത്തിൽ നിന്നും അടക്കം 9 അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. രാവിലെ സ്ഥാപനത്തിൽ നിന്നും വീണ്ടും പുകയുയർന്നത് ആശങ്ക ഉയർത്തിയെങ്കിലും അപകട സാഹചര്യമില്ലെന്ന് അഗ്നിശമന സേന അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് കരിന്തളത്ത് 80-കാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിന്തളം സ്വദേശി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് മരിച്ചത്. ഗവൺമെന്റ് കോളേജിന് സമീപം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈകുന്നേരം 5 മണിക്കാണ് ലാസ്റ്റ് അമ്മേനെ കാണുന്നത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ലൈറ്റ് കാണാത്തതുകൊണ്ട് നാട്ടുകാരുടെ കൂടെ മകളുടെ ഭർത്താവും കൂടെ വന്ന് നോക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കി കിടക്കുകയാണ്. ഫ്രണ്ട് ഗേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഡോർ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരെല്ലാം വന്ന് പരിശോധിക്കുമ്പോൾ വീണ് കിടപ്പുണ്ടെന്ന് മനസ്സിലായി. തൃശൂർ പഴുവിൽ 38-കാരിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പഴുവിൽ സ്വദേശി സുൽഫത്താണ് മരിച്ചത്. അടുക്കള ഭാഗത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് ഒഴിഞ്ഞ മണ്ണെണ്ണ കുപ്പിയും ഉണ്ടായിരുന്നു. തൃപ്പയാറിൽ തയ്യക്കട നടത്തി വരികയായിരുന്നു സുൽഫത്ത്. വീട്ടിലിരുന്ന് തുന്നിയ വസ്ത്രങ്ങൾ കടയിൽ നൽകാൻ ഭർത്താവും മകളും പോയതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ തയ്ച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ അയൽക്കാരി സുൽഫത്തിന്റെ വീട്ടിലെത്തിയ സമയം വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് അയൽക്കാരി സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. സമീപവാസികൾ എത്തി പരിശോധിച്ചപ്പോഴാണ് സുൽഫത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിൻഡർ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പത്തനംതിട്ട ആറന്മുളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃശിശു ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നിർണായക ചുവടുവയ്പുമായാണ് ആറന്മുള മാലക്കരയിൽ കിൻഡർ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയത്. മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ യൂണിറ്റായാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആശുപത്രിയുടെ പ്രവർത്തനം. ആശുപത്രിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു.
ചിൽഡ്രൻസ് ഹോസ്പിറ്റലിനെ ആറന്മുളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സെന്റ് തോമസ് ഹോസ്പിറ്റലുമായിട്ട് കിൻഡർ ഗ്രൂപ്പ് കൈകൾ കോർക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പുതിയ ആതുര സേവന രംഗത്ത് പുതിയൊരു അനുഭവമായിരിക്കും. അമല പോൾ അതിന്റെ അംബാസിഡറായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി ഈ സന്തോഷത്തിന് മാറ്റുകൂട്ടുന്നതാണ്. കിൻഡർ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ബ്രാൻഡ് അംബാസിഡറായ നടി അമല പോളും ചടങ്ങിൽ പങ്കെടുത്തു. പത്തനംതിട്ട MP ആന്റോ ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിച്ച് ഇവിടെ എത്രയോ കുടുംബങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഒരു സ്ഥാപനമാണ്. നന്മയുടെ ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ കാണുന്നത്. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ ഹോസ്പിറ്റൽ. സർക്കാർ ആശുപത്രികളൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നാട്ടുകാർ അവരുടെ ഹോസ്പിറ്റലായി കണക്കാക്കുന്നത് ഈ ഹോസ്പിറ്റലാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സൗജന്യ രോഗനിർണയം, ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ, തുടർ പരിചരണം എന്നിവ ലഭ്യമാക്കുന്നതിനായി വകയിരുത്തിയ മാ ജീവന എന്ന CSR പദ്ധതിക്കും കിൻഡർ ഹോസ്പിറ്റൽ തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഔദ്യോഗിക കൈമാറ്റം കിൻഡർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ VK പ്രദീപ് കുമാർ, സെന്റ് തോമസ് ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ ഡോക്ടർ A ചെറിയാൻ, ഡോക്ടർ രാജമ്മ ചെറിയാൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആറന്മുള പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ പദ്ധതി ഏറ്റുവാങ്ങി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. റോഡ് നന്നാക്കാൻ പ്രതിഷേധിച്ചും നിരവധി സമരങ്ങൾ ചെയ്തും തോറ്റു. റോഡിലെ കുഴികളുടെ എണ്ണം കൂടിയതല്ലാതെ നിർമ്മാണ പ്രവർത്തനം എങ്ങും എത്തിയില്ല. ഇടുക്കി ചിന്നക്കനാൽ പവർ ഹൗസ് മുതൽ ചിന്നക്കനാൽ ടൗൺ വരെയുള്ള റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് നാട്ടുകാർ യാത്രാ ദുരിതം നേരിടുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ സൂര്യനെല്ലിയിലെ കൊളുക്കുമലയിലെത്തണമെങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യണം. അതും ദുരിതയാത്ര ചെയ്യണം. ചിന്നക്കാൽ റോഡ് 15 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ ഒരു മാറ്റമൊന്നുമില്ല. അതിൽ ഈ തവണ വന്ന് നിൽക്കുന്ന ആൾക്കാർ അതിൽ ഒരു ചെറിയ രീതിക്കും പെട്ടെന്നുള്ള ഒരു ഇതിൽ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും. ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ശരിക്കും ബാധിക്കുന്നുണ്ട് ഈ റോഡ്. നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ വരുന്ന കാറുകളൊക്കെ വന്നിട്ട് ഇച്ചിരി വില കൂടുതലുള്ള കാറുകളാണ്. അപ്പൊ ഒരു 50 ലക്ഷം 1 കോടിയിലുള്ള കാറിലേക്കാണ് വരുന്നത്. ആ കാറിലൊക്കെ വന്നിട്ട് മൊത്തം അടി ഇടിച്ചിട്ട് പിന്നെ ആ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് വേറെ ട്രക്കിന്റെ വഴിയാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അത്രയ്ക്കും ഒരു റോഡ് മോശമാണ് തീരായിട്ട്. ഈ ഒരു പ്രതീക്ഷ ഉണ്ടാവൂല്ലേ? ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ മാറ്റം വേണമല്ലോ. മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മാറ്റി വോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തിൽ വരുന്ന സമയത്ത് അവരും കൂടി ഒരു ഇച്ചിരി കൂടി അലർട്ടായിട്ട് അത് നമ്മുടെ നാട്ടിന് വേണ്ടി അവർ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൊള്ളാം. റോഡ് മൊത്തം ഒഴിഞ്ഞു കിടക്കുന്നത്. ഒന്നാമത് BJP-ക്കാരൻ സമരം നടത്തി, കോൺഗ്രസ്സുകാരൻ സമരം നടത്തി, എല്ലാവരും കൂടെ ഒന്നിച്ച് സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം ഇപ്പോഴെങ്കിലും വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. ഭരണം മാറിയിട്ടുണ്ട്. ഇപ്പൊ BJP-ക്കാർക്ക് ഒരു സീറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം കോൺഗ്രസ്സുകാരുണ്ട്. ഇപ്പം LDF ആണ് ഭരണം വീണ്ടും വരുന്നത്. അപ്പം മാറ്റം കാണുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഒന്നാമത് ഇപ്പോൾ ഡ്രൈവേഴ്സും എല്ലാവരും കൂടെ ആകപ്പാട് ബുദ്ധിമുട്ടിച്ചാണ് അവിടെ ആ റോഡിൽ മീൻ പിടിക്കാനും എല്ലാ പരിപാടിയും ചെയ്തതാണ്. എന്നിട്ടും റോഡ് ശരിയായില്ലെങ്കിൽ ഇപ്പൊ വീണ്ടും ഈ ഭരണസമിതി വന്നെങ്കിലും റോഡ് നന്നാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഒന്ന് പിന്നെ വരുന്ന കാറുകളും എല്ലാം കൂടുതൽ വിനോദസഞ്ചാരികളെ കൂടെ സംബന്ധിച്ച് വരില്ല ഒത്തിരി ബുദ്ധിമുട്ടിച്ചാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ 3-6 അരമണിക്കൂർ വേണമെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 2 മണിക്കൂർ സമയം പിടിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടുകളാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഈ ഭരണം വരുമ്പോഴെങ്കിലും മാറുമെന്നും നമ്മുടെ ഒരു നല്ല ഒരു പ്രതീക്ഷയുണ്ട്. ഇതിലും മാറിയില്ലെങ്കിൽ മീനല്ല ഇനി പിടിക്കേണ്ട, ഇനി ചൂണ്ടയിട്ട് വേറെ എന്തെങ്കിലും പിടിക്കാനുള്ള മാർഗം കാണണം. അത്രയേ ഉള്ളൂ നമ്മൾ പറയാനുള്ളത്. കഴിഞ്ഞ ஒரு 3-4 வருஷமாக நம்மளுடைய பவர்ஹவுஸ் டு சூரியநெல்லி ரோடு ரொம்ப மோசமா இருக்கு. நம்ம சின்னக்கால் பஞ்சாயத்துல மெயின் இருக்கிறது ஒரே ரோடு பார்த்தீங்கன்னா பவர்ஹவுஸ் டு போடிமெட் ரோடு தான். இந்த போடிமெட் ரோட நம்பிதான் நம்மளுடைய இங்க உள்ள எல்லா வியாபாரிகளும் அதுபோல ஆட்டோ ஓட்டுநர்கள், மற்ற ஜீப் ஓட்டுநர்கள், டாக்ஸி ஓட்டுநர் எல்லாருமே இருக்கும். அது போல பார்த்தீங்கன்னா இந்த ரோடு வச்சுதான் கொழுக்குமலை நல்ல ஒரு டூரிஸ்ட் ஒரு பிளேஸ் இருக்கு. காலையில பார்த்தீங்கன்னா டெய்லி மேக்ஸிமம் ஒரு 250 ஜீப் வந்து போறது. அதை நம்பி இங்க ஆயிரக்கணக்கான பேருடைய நல்ல ஒரு தொழில் நடந்துட்டு இருக்கு. ஆனா அந்த ரோடை வச்சுட்டு வருகிற சுற்றுலா பயணிகள் பகுதியில் பவர்ஹவுஸ் வரை வந்து கொச்சின்ல இருந்து இல்லாட்டி கண்ணூர், காசர்கோட்ல இருந்து கூட
பௌரோஸ் வரை வந்துடுவாங்க 4-way. அந்த 4-wayல வரும்போது அழகான அந்த ரோடை அவங்க நல்லா அனுபவிச்சு வரும்போது பக்கத்துல வந்தாலே பாத்தீங்கன்னா அந்த பௌரோஸ் ரோட பார்த்தோன்னேவும் அங்க இருந்து கெஸ்ட் ஃபோன் பண்ணி நம்ம கேட்டுறாங்க இந்த ரோட்ல வரணுமா அப்படிங்காங்க. அதனால புதியதாக வந்துள்ள மெம்பர்மார் அனைவரும் அடுத்து யாரு பிரசிடண்டா பதவி வைக்கிறாங்களோ அவங்களுக்கு நம்மளுடைய சூரியநெல்லி வியாபாரிகள் சார்பாகவும் இங்க சூரியநெல்லி பொதுமக்கள் சார்பாகவும் இந்த ரோடையும் அதுபோல பாத்தீங்கன்னா இங்க கடைக்காரர்கள் ஒரு கோரிக்கையாக வருந்த பரணசமிதி நல்ல ഒരു കുപ്പ പോறதுக்கு நல்ல ഒരു ഇടം ഒന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യമുള്ള ഭരണസമിതികളിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഒരു പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട്. അവര് ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ റോഡിൽ നിരവധി ആൾക്കാർക്ക് വിനോദസഞ്ചാരികള്, സ്കൂൾ കുട്ടികള്, സ്കൂൾ ബസ്സുകൾ അങ്ങനെ പോകുന്നതാണ്. ഈ തൊട്ടടുത്ത് തന്നെ ഒരു ആംബുലൻസിൽ കുട്ടി ഉണ്ടാകേണ്ട ഒരു സംഭവം വന്നു. കാരണം നമുക്ക് ആ റോഡിൽ അത്ര സ്പീഡിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഏകദേശം 6 വർഷമായി 8 വർഷത്തിന് മേളിലായി റോഡ് ഇതുപോലെ ആയിരിക്കും. ഇഷ്ടംപോലെ സ്കൂൾ ബസ് വരുന്നു, ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വരുന്നു, ഇഷ്ടംപോലെ ആംബുലൻസുകൾ പോകുന്നു. പക്ഷേ ഈ റോഡിനെ കുറിച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഇതൊരു പേടി സ്വപ്നമാണ്. ഈ റോട്ടിൽ കൂടെ പോകാനായിട്ട് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. ഇത് ആരെങ്കിലും ഉത്തരവാദിത്തോടെ ചെയ്യണമെന്ന് പല പ്രാവശ്യം പലരും ഏറ്റെടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ആരും ടേക്ക് കെയർ ചെയ്യുന്നില്ല. ഞാൻ നിൽക്കുന്ന ഈ സൂര്യനെല്ലിയിലേക്കാണ് നിരവധി സഞ്ചാരികൾ എത്തുന്നത്. എന്നാൽ ആ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സഞ്ചാരികൾ പിന്നോട്ട് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് റോഡ് നന്നാക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഗുരുവായൂർ നഗരസഭ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ടൊരുക്കിയ ക്രിസ്മസ് ട്രീ വിവാദത്തിൽ സംഭവത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. മദ്യക്കുപ്പികൾ കൊണ്ടൊരുക്കിയ ക്രിസ്മസ് ട്രീ തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് ആരോപിച്ചാണ് UDF കൗൺസിലർമാർ രംഗത്തെത്തിയത്. ഗുരുവായൂർ കിഴക്കേ നടയിലെ AKG സ്മാരക കവാടത്തിലാണ് നഗരസഭ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത്. മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് തെറ്റായ സന്ദേശമാണ് നൽകുകയെന്ന് UDF ആരോപിച്ചു. സംഭവത്തിൽ UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് നഗരസഭ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് KPA റഷീദ് പറഞ്ഞു. ഭക്തരാണ് ഇവിടെ ബ്രാൻഡി കുപ്പി കൊണ്ട് അല്ലെങ്കിൽ ബീറിന്റെ കുപ്പി കൊണ്ട് മദ്യക്കുപ്പി കൊണ്ട് ഇവിടെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്മസ് ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും വളരെ വേദനാജനകമാണ്. ഈ പ്രത്യേകിച്ച് ക്ഷേത്ര നഗരിയിലെ നമുക്കറിയാം പാലക്കാട് എലപ്പുള്ളിയിൽ കഴിഞ്ഞ ദിവസം മദ്യശാലയ്ക്ക് അനുമതി കോടതി വരെ നിഷേധിച്ച കാര്യം നമുക്കറിയാം. അത് ഗുരുവായൂരിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ലക്ഷണമാണോ? പ്രതിഷേധത്തിന് ശേഷം UDF നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഗുരുവായൂർ നഗരസഭ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്മസ് ട്രീ വിവാദം തലപൊക്കിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. AVPയുടെ യുവ പോരാളി, മേലുകാവിൽ വെറുമൊരു ബാർബറായിരുന്ന നമ്മുടെ ബാലേട്ടന്റെ മകൻ, നാടിന്റെ പ്രതീക്ഷയായി മാറിയ അശോക് നാഥ് ബാൽ. അശോക് നാഥ് അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ ഓരോ വീട്ടിലും, ഓരോ യന്ത്രമനുഷ്യനും, ഓരോ പഞ്ചായത്തിലും, ഓരോ എയർപോർട്ടും യുവാക്കൾക്ക് സൗജന്യ പട്ടായ ട്രിപ്പും. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. ഇത് പൊട്ടിയൊലിക്കില്ല, നിറഞ്ഞു കവിയില്ല. അൺബ്രേക്കബിൾ HDPE മെറ്റീരിയലിൽ നിർമ്മിച്ച സെൽസർ അനറോബിക് ബാക്ടീരിയ ഫോം ചെയ്യിച്ച് വേസ്റ്റിനെ നിർജീവമാക്കുന്നു. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്.
ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. Get ready to have your mind tied up. Mr. Made Skazoo from Skazon India. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. My Choice, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. My Choice, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. വാർത്തകൾ തുടർന്നു. ഇനി കായിക വാർത്തകൾ നോക്കാം. ISL നടത്തിപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ ISL നടത്താനുള്ള ക്ലബ്ബുകളുടെ നിർദ്ദേശം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളി. വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. 58 അംഗ സമിതിയിൽ ഭൂരിപക്ഷം പേരും നിർദ്ദേശത്തെ എതിർത്തു. സ്പോൺസർമാരെ കണ്ടെത്താതെ പൂർണ്ണമായും ഫെഡറേഷന്റെ നിയന്ത്രണത്തിൽ ലീഗും ISLും നടത്തുമെന്നാണ് പൊതുയോഗ തീരുമാനം. തുടർ ചർച്ചകൾക്കായി 3 അംഗ സംഘത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ മദ്യശാലയിലുണ്ടായ വെടിവെപ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു. ജോഹൻസാൻബർഗിനടുത്തുള്ള ബെക്കലേഴ്സാണ് സംഭവം. അജ്ഞാതരായ സംഘം ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഡിസംബർ 6 പ്രിട്ടോറിയ നഗരത്തിന് സമീപമുണ്ടായ വെടിവെപ്പിൽ 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. പഞ്ചായത്ത് അംഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്വന്തം വാർഡിൽ കേക്ക് വിതരണം ചെയ്തു. പത്തനംതിട്ട കടപ്ര പഞ്ചായത്തിലെ 11ാം വാർഡ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ശിവദാസ് യു പണിക്കരാണ് വാർഡിലെ മുഴുവൻ വീടുകളിലും തന്റെ സ്നേഹ സമ്മാനവുമായി കേക്ക് വിതരണം ചെയ്തത്. എല്ലാ വീടുകളിലും ശിവദാസ് നേരിട്ടെത്തിയാണ് കേക്ക് വിതരണം ചെയ്തത്. വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന നിലയിലാണ് മധുരം വിതരണം ചെയ്തതെന്നും ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും ശിവദാസ് യു പണിക്കർ പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കട മുളമൂട് ജംഗ്ഷനിലെ റോഡിൽ മണ്ണും മെറ്റലും അടിഞ്ഞുകൂടുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. അപകട സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ പൂവച്ചൽ സ്വദേശിയും കേരള വിഷൻ ഭാരത് കേബിൾ നെറ്റ്വർക്ക് ഉടമയുമായ ലാലു റോഡിലെ മണ്ണും മെറ്റലും നീക്കം ചെയ്തു. എന്നാൽ റോഡിലെ മണ്ണും മെറ്റലും നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത് ഭരണസമിതിയുടേതും പൊതുമരാമത്ത് വകുപ്പിന്റേതുമാണെന്നാണ് വിമർശനം. റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതിയുണ്ട്. അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. മഴയത്ത് വന്നു കൂടി ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ അവിടെ സംഭവിക്കുകയും അത് അങ്ങനെ ഇവിടെ കേബിൾ നടത്തുന്ന ലാലു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അതിൽ നിന്ന് നീക്കം ചെയ്യുകയും പഞ്ചായത്തുകാരോ മറ്റാർക്കും അതിനകത്ത് യാതൊരു അനുകമ്പയോ കാര്യങ്ങളില്ല. എന്നാൽ ആ ഒരു മനുഷ്യൻ നല്ലൊരു കാര്യം ചെയ്തതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട്.
മലപ്പുറം കൊണ്ടോട്ടിയിൽ പരിചയം നടിച്ച് ബൈക്കിൽ കയറ്റിയ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. പുൽപ്പറ്റ സ്വദേശി അബ്ദുൾ ഗഫൂറാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ബസ് കാത്തുനിന്ന 10ാം ക്ലാസ്സുകാരിയെ അച്ഛന്റെ അടുത്ത സുഹൃത്താണെന്നും വീട്ടിലാക്കി തരാമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. തുടർന്ന് കുട്ടി ഓടുന്ന ബൈക്കിൽ നിന്നും എടുത്തു ചാടുകയും കാലിനും കൈക്കും ഗുരുതരമായി പൊട്ടലേൽക്കുകയും ചെയ്തു. ബൈക്ക് നിർത്താതെ പോയ പ്രതിയെ CCTV ക്യാമറകളുടെ സഹായത്തോടെ കൊണ്ടോട്ടി പോലീസ് പിടികൂടുകയായിരുന്നു. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ഭക്തിയും പ്രകൃതിയും ഒന്നാകുന്ന അപൂർവ കാഴ്ചയൊരുക്കുകയാണ് ശബരിമല സന്നിധാനത്തെ ശബരീനന്ദനം. അയ്യനെ തൊഴാനെത്തുന്ന ഭക്തർക്ക് മനം കുളിർപ്പിക്കുന്ന അനുഭൂതിയാണ് ഈ പൂന്തോട്ടം നൽകുന്നത്. പാണ്ടിത്താവളത്തേക്കുള്ള പടികയറിയെത്തി ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ശബരീനന്ദനം എന്ന ഈ പൂന്തോട്ടം. 39 സെന്റ് സ്ഥലത്താണ് ശബരീനന്ദനം സ്ഥിതി ചെയ്യുന്നത്. 70 മീറ്റർ നീളവും 22.5 മീറ്റർ വീതിയുമുള്ള പൂന്തോട്ടത്തിന് 1575 ചതുരശ്ര മീറ്ററാണ് വിസ്തീർണം. 1200 മുല്ല, 750 റോസാച്ചെടികൾ, 1000 ചെത്തി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ G മനോജ് കുമാർ പറഞ്ഞു. ജമന്തി, തുളസി എന്നിവയുമുണ്ട്. മരാമത്ത് വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത്. പൂജാപുഷ്പങ്ങളാണ് പൂന്തോട്ടത്തിലുള്ളത്. പുഷ്പാഭിഷേകത്തിനും മറ്റും പുറത്തുനിന്നാണ് പൂക്കൾ എത്തിക്കുന്നതെങ്കിലും പൂജയ്ക്കും മറ്റു കർമ്മങ്ങൾക്കും ആവശ്യമെങ്കിൽ ഇവിടെ നിന്ന് പൂക്കൾ ശേഖരിക്കാമെന്ന് മനോജ് കുമാർ പറഞ്ഞു. ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പവും നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കള കയറാതിരിക്കാൻ വേണ്ടി മൾച്ചിൻ്റെ ഷീറ്റ് ഇട്ടാണ് പരിപാലിച്ചിരിക്കുന്നത്. കൂടാതെ ഇത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ 40ഓളം സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് ഇത് നനയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചെടികൾ നട്ടത്. ഗോശാലയിൽ നിന്നുള്ള ചാണകവും മറ്റുമാണ് ചെടികൾക്കുള്ള വളം. പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ ബന്ദിയും ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളമിടൽ, വെള്ളം നനയ്ക്കൽ ഉൾപ്പെടെ പൂന്തോട്ടം പരിപാലിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിപ്പുഴ സ്വദേശി TS സജിത്താണ്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ടെറസിന് മുകളിൽ ചെടിച്ചട്ടികളിൽ കൈതച്ചക്കകൾ വളർത്തി ഗ്രീൻ ഗാർഡൻ പരീക്ഷണത്തിൽ വിജയം നേടിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശി ഹുസൈൻ. നിരവധി അന്യരാജ്യ പഴവർഗ്ഗങ്ങൾ മലയോര മേഖലയിൽ പരിചയപ്പെടുത്തിയ ഹുസൈൻ അടുത്ത കാലത്താണ് കൈതച്ചക്കയിൽ പരീക്ഷണം തുടങ്ങിയത്. ചെടികളും പച്ചക്കറികളും നട്ടുപിടിപ്പിക്കുന്നത് പോലെ വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലും ചട്ടികളിൽ കൈതച്ചക്കയും നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നോർത്ത് കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡൻ ഹുസൈൻ. വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലും നഴ്സറികളിലുമൊക്കെയായി 12ഓളം ഇനം കൈതച്ചക്കകളാണ് ഇദ്ദേഹം നട്ടുപരിപാലിക്കുന്നത്. മെക്സിക്കൻ ജയന്റ്, ഹാൻഡ്പുൾ, മെഡൂസ, മക്കൾ കുന്താണി, MB2 എന്നിവയാണ് ഇതിൽ പ്രധാനമായവ. മെക്സിക്കൻ ജയന്റ് ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക പൂർണ്ണ വളർച്ചയെത്തിയാൽ 7 കിലോ വരെ തൂക്കം ലഭിക്കും. സാധാരണ നാടൻ കൈതച്ചക്കയേക്കാൾ മധുരമുണ്ടാവുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഹാൻഡ്പുൾ ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക പഴുത്താൽ മുറിക്കാതെ തന്നെ കൈകൊണ്ട് അടർത്തിയെടുത്ത് കഴിക്കാനാകുമെന്ന് ഹുസൈൻ പറഞ്ഞു. കുറച്ചായിട്ട് വെറുതെ ടെറസിൽ കിടക്കുന്ന സ്ഥലം, കുറഞ്ഞ വെള്ളം, ഒരു കുറഞ്ഞ പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ ഇത് നട്ടുവിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല, ഇതിപ്പോൾ പുറമേയൊക്കെ നടുമ്പോൾ പന്നികളെ ശല്യം, മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇതിൽ ടെറസിലാകുമ്പോൾ വരില്ല. പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു ഫ്രൂട്ട്
റെഡി ആയിട്ട് കിട്ടും. നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം 3 ഇനം പൈനാപ്പിൾ ഒരു ചട്ടിയിൽ വെച്ച് നോക്കണം. ഇത്തരം കൈതച്ചക്കകൾ സാധാരണ വിപണികളിൽ ലഭ്യമല്ല. പക്ഷേ ഇപ്പോൾ നിരവധി ആളുകൾ ഇതിന്റെ തൈ അന്വേഷിച്ചെത്തുന്നുണ്ടെന്നും കൂടുതലും ഓൺലൈനിലൂടെയാണ് തൈകൾ വിറ്റഴിക്കുന്നതെന്നും ഹുസൈൻ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട തൈക്കാവിൽ ആൾതാമസമില്ലാത്ത വീടിന് തീ പിടിച്ചു. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സിദ്ദിഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ഈ വീടിനാണ് തീ പിടിച്ചിരിക്കുന്നത്. വാർഡ് കൗൺസിലർ ദിബിനാണ് അഗ്നിശമന സേനയെ വിവരം അറിയിച്ചത്. പത്തനംതിട്ടയിലാണ് ഇത്തരത്തിൽ വീടിന് തീ പിടിച്ചിരിക്കുന്നത്. പത്തനംതിട്ട തൈക്കാവിൽ ആൾതാമസമില്ലാത്ത വീടിന് തീ പിടിച്ചിരിക്കുന്നു. അഗ്നിശമന സേന എത്തി തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സിദ്ദിഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. ആൾതാമസമില്ലാത്ത വീടിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അഗ്നിശമന സേന എത്തി തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പത്തനംതിട്ടയിലാണ് ഇത്തരത്തിൽ വീടിന് തീ പിടിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അഗ്നിശമന സേന എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. സിദ്ദിഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഒരു വീട്. പക്ഷേ ഇവിടെ ആൾതാമസമൊന്നുമില്ല. എങ്ങനെയാണ് തീ പിടിച്ചതെന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അഗ്നിശമന സേന എത്തി എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് പടിവാതിൽക്കൽ എത്തുമ്പോൾ ആലപ്പുഴ മാന്നാർ ചന്തപുരയിടത്തിൽ സെബാസ്റ്റ്യൻ തിരക്കിലാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകുന്ന കരോൾ ഗാനങ്ങൾക്കും താളമേളങ്ങൾക്കുമായി ഡ്രം സെറ്റുകൾ ഒരുക്കുന്ന തിരക്കിലാണ് സെബാസ്റ്റ്യൻ. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ആലപ്പുഴ മാന്നാർ പരുമലയുടെ ഓരോ ആഘോഷങ്ങളിലും സെബാസ്റ്റ്യന്റെ കൈയെത്താത്ത ഇടമില്ല. പള്ളികൾ, ക്ലബ്ബുകൾ എന്നിവയ്ക്ക് ക്രിസ്മസ് കരോളുകൾക്കുള്ള ഡ്രം സെറ്റുകൾ ഒരുക്കുന്ന തിരക്കിലാണ് സെബാസ്റ്റ്യൻ. ഡ്രമ്മുകളുടെ തുകൽ മാറ്റിപ്പിടിപ്പിക്കുന്നതാണ് ക്രിസ്മസ് സീസണിലെ പ്രധാന ജോലി. ഓരോ വർഷവും ക്രിസ്മസ് അടുക്കുമ്പോഴും പഴക്കം ചെന്ന ഡ്രമ്മുകൾക്ക് പുതുജീവൻ നൽകുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നു വേറെയാണെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. ഞാൻ 45 വർഷത്തിന് മേലായി ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യം ചെയ്യുന്നത് TCM മ്യൂസിക് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഡ്രം സെറ്റുകൾ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇതിന്റെ ഉത്ഭവം UP ഉത്തർപ്രദേശായിരുന്നു. ഉത്തർപ്രദേശ് കമ്പനിയായിട്ട് ഇടപെട്ടിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് സാധനങ്ങൾ കൊണ്ടുവരികയും അതിന്റെ സ്പെയർ കൊണ്ട് ഇവിടെ അസംബിൾ ചെയ്യുകയും പള്ളികൾക്കൊക്കെ കൊടുക്കുകയും പിന്നെ അല്ലാതെ കരോൾ ടീം ക്ലബ്ബർക്കൊക്കെ വാടകയൊക്കെ എടുക്കുന്നൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ സാധനങ്ങൾ ഇപ്പോഴും ഒരു സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ആൾക്കാരെയും മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ സഹകരണവും സാമ്പത്തിക സഹായം വരെ കിട്ടിയാണ് ഞാൻ ഈ പുരോഗതിയിലേക്ക് വന്നത്. മാന്നാർ പരുമല ജംഗ്ഷനിലാണ് സെബാസ്റ്റ്യൻ ഡ്രം സെറ്റുകളുമായി താളങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. കൂടാതെ പരുമല പള്ളിയുടെ സമീപത്തും കടയുണ്ട്. നക്ഷത്ര വിളക്കുകൾ, അലങ്കാര വിളക്കുകൾ, സമ്മാന വസ്തുക്കൾ, ഗിത്താർ, തബല, ബാൻഡ് സംഘങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയും സെബാസ്റ്റ്യന്റെ കടയിൽ ലഭ്യമാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. 30 വർഷം മുൻപ് ബോംബെ സിനിമയിൽ ഷൈല ബാനുവായി പകർന്നാടിയ മനീഷ കൊയിലാള ബേക്കൽ കോട്ടയിൽ വീണ്ടും എത്തി. പ്രണയാർദ്ദ ചിത്രങ്ങളിലൂടെ വിസ്മയം തീർക്കുന്ന സംവിധായകൻ മണിരത്നം, ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത രാജീവ് മേനോൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 1995 പുറത്തിറങ്ങിയ ബോംബെ സിനിമയുടെ നായിക മനീഷ കൊയിലാളിയും സംവിധായകൻ മണിരത്നവും ഛായാഗ്രഹൻ രാജീവ് മേനോനും 30 വർഷത്തിനിപ്പുറം സിനിമയ്ക്ക് ദൃശ്യഭംഗി പകർന്നു നൽകിയ ബേക്കൽ കോട്ടയിലേക്ക് വീണ്ടും എത്തി. 30 വർഷം മുമ്പ് ഷൈല ബാനുവായി പകർന്നാടിയ ബേക്കൽ കോട്ടയിൽ ബോംബെ ടീം വീണ്ടും എത്തിയപ്പോൾ അറബിക്കടലിന്റെ തീരത്ത് പഴയ ഓർമ്മകളുടെ തിരയിളക്കമുണ്ടായി. കോട്ടയുടെ ഇടവഴികളിലൂടെ നടന്ന് മൂവരും വന്ന് ഉയരെ എന്ന നിത്യഹരിത ഗാനത്തിനൊപ്പം അഭിനയിച്ചതിന്റെ മനോഹരമായ ഓർമ്മകൾ പുതുക്കി. ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായ ബോംബെയുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നായിരുന്നു ബേക്കൽ കോട്ട. അരവിന്ദ് സ്വാമിയും മനീഷ കൊയിലാളിയും അവതരിപ്പിച്ച ശേഖർ, ഷൈല ബാനു എന്നീ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുന്നു.
ചിത്രത്തിന് സംഗീതമൊരുക്കിയത് AR റഹ്മാനായിരുന്നു. അതിലെ എല്ലാ ഗാനങ്ങളും ഇന്നും ആഘോഷിക്കപ്പെട്ടുവെങ്കിലും ഉയരെ എന്ന ഗാനം ഇന്നും പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും ഒത്തിണങ്ങിയ ഏറ്റവും മികച്ച ഗാനമായി നിലകൊള്ളുന്നു. ബേക്കലിനൊപ്പം തളങ്കരയുടെ സൗന്ദര്യവും ബോംബെയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശേഖറിന്റെയും ശൈലാഭാനുവിന്റെയും വീട്, നായിക തീവണ്ടിയിൽ നിന്നിറങ്ങി നായകനെ ആദ്യമായി കാണുന്ന രംഗങ്ങൾ എല്ലാം തളങ്കരയിലാണ് ചിത്രീകരിച്ചത്. ഉയരെ എന്ന ഗാനം പിറന്ന ബേക്കൽ കോട്ട സന്ദർശിക്കുമ്പോൾ മഴയും കടലും ക്യാമറയും ചേർന്ന് സൃഷ്ടിച്ച അതുല്യ ദൃശ്യങ്ങളുടെ കഥ ഛായാഗ്രഹകൻ രാജീവ് മേനോൻ വീണ്ടും വിവരിച്ചു. ഒരു സിറ്റിയിൽ നിന്ന് അകന്നു പോയി 2 ലവേഴ്സ് മീറ്റ് ചെയ്യാണ്. അങ്ങനെ പ്രകൃതി ആൾക്കാരൊന്നും ഇല്ലാണ്ട് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനെന്ന് പറയണം. ഇത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപമാനിരത്നത്തിൽ ഇഷ്ടമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് മഴ. ഞങ്ങൾ വെറുതെ ഇരുന്നു. പിന്നെ വഴിയില്ലാണ്ട് മഴയത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് മഴയത്ത് ഷൂട്ട് ചെയ്ത കാരണം കൊണ്ടാണ് അതിലാ പ്രകൃതിയും കടൽ കോപവും ആ ഈറം ആ ട്യൂണും എല്ലാം കൂടി ചേർന്ന് ഒരു എന്താ പറയുക, ഈ കൊട്ടയിൽ അതിൻ്റെ മുമ്പിലും ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോട്ട്സ് അതിന് ഇത്രയും മനോഹരതയും വന്നിട്ട് ആൾക്കാർക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ ട്യൂണും ഈ വിഷ്വൽസും അതിജീവിച്ചതിൻ്റെ കാരണം സമയമാണ്. ബോംബെ ടീമിനെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി എത്തിച്ചതോടെ ബോംബെയിലെ ഉയരെ ഗാനത്തിന്റെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ബേക്കൽ കോട്ടയെ വീണ്ടും സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പ്രദേശത്തെ സിനി ടൂറിസം സാധ്യതകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സിനിമയിലെ നായകനായ അരവിന്ദ് സ്വാമിയെയും ബേക്കലിലെത്തിക്കാൻ ടൂറിസം വകുപ്പ് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കു കാരണം നടന്നില്ല. ഉയരെ ഗാനം ചിത്രീകരിച്ച കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും ചുറ്റി നടന്ന് കണ്ടാണ് മനീഷ കൊയിലാളിയും മണിരത്നവും രാജീവ് മേനോനും മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.